ഹായ് ഓൾ, ഡോക്ടർ ആഷിഖാണ് ഫ്രം ബാട്ടിയ കാലിക്കറ്റ്. നമ്മൾ ഇന്നുള്ളത് ബാട്ടിയുടെ കാലിക്കറ്റ് ഓഫീസിലാണുള്ളത്. ബാട്ടിയുടെ കാലിക്കറ്റ് ഓഫീസ് എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു 100 മീറ്റർ മാവൂർ റോട്ടിലാണ് ബാട്ടിയുടെ കാലിക്കറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സാറ്റലൈറ്റ് ബാച്ച്, ബാട്ടിയുടെ MDSൻ്റെ സാറ്റലൈറ്റ് ബാച്ചിൻ്റെ എങ്ങനെയാണ് സാറ്റലൈറ്റ് ബാച്ച് റൺ ചെയ്യുന്നത്, എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം സ്റ്റുഡൻസുമായിട്ടും അതുപോലെ തന്നെ പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനാണ്. സോ നമുക്കൊന്ന് പോയി നോക്കാം നമ്മുടെ സാറ്റലൈറ്റ് ബാച്ചും സാറ്റലൈറ്റ് ക്ലാസ് റൂം അതുപോലെ തന്നെ ഹോസ്റ്റൽസും എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. നമുക്കിവിടെ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ഓഫീസ് ഉണ്ട്. അവിടെ നമ്മൾ അക്കാഡമിക് കോർഡിനേറ്റേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫ്സും അതുപോലെ തന്നെ മാനേജേഴ്സും നിൽക്കുന്ന ഒരു ഫുള്ളി വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഓഫീസ് ഉണ്ട്. ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ക്ലാസ് റൂംസ് വരുന്നത്. ക്ലാസ് റൂംസിൽ സ്റ്റുഡൻസിന് ഇരിക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ ക്ലാസ്സസ് കേൾക്കാനുള്ള സൗകര്യവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ് റൂംസിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ബയോമെട്രിക് പഞ്ചിങ് മെഷീൻസ് കാണാം. പഞ്ച് ചെയ്തിട്ടാവും സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, നമ്മൾ ക്ലാസ് റൂംസിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക എന്നുള്ളതാണ്. ക്ലാസ് റൂംസിലോട്ട് നമ്മൾ സ്റ്റെയർ ഇറങ്ങിയാൽ ഡയറക്റ്റ്ലി നമ്മൾ ക്ലാസ് റൂംസിലോട്ട് തന്നെ എത്തുന്നുണ്ടാവുക. നമുക്ക് ക്ലാസ് റൂംസിൽ എന്തൊക്കെ ഫീച്ചേഴ്സും ഫെസിലിറ്റീസും ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫുഡ് വെയർസ് ഒക്കെ പുറത്ത് വെക്കാനും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇതാണ് ബാട്ടിയുടെ ക്ലാസ് റൂംസ് എന്ന് പറയുന്നത്. 40 to 50 സ്റ്റുഡൻസിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് റൂംസാണ് നമുക്ക് ഇവിടെ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുണ്ടാവുക. വളരെ ഫെസിലിറ്റീസ് നമ്മൾ കൊടുത്തിട്ടുള്ള ഓരോ സ്റ്റുഡൻസിനും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാബിൻ സിസ്റ്റമാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ സ്റ്റുഡൻറ്റിനും പഠിക്കാനുള്ള ഒരു ക്യാബിൻ സ്റ്റുഡൻസിന് അവൈലബിൾ ആവുന്നു എന്നുള്ളതാണ്. സോ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുള്ളതാണ്. ഓൾസോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടറും അതുപോലെ തന്നെ അവർക്ക് ക്ലാസ്സസ് കാണാനുള്ള ഒരു പക്ക ഓഡിയോ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ സ്റ്റുഡൻസിന് വളരെ കൺവീനിയൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾസോ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഒരു എക്കോ സിസ്റ്റം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസേൺ. സോ അത് മറികടക്കാനാണ് നമ്മളൊരു കംപ്ലീറ്റ്ലി എക്കോ സിസ്റ്റത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റുഡൻസിനെ പ്രിപ്പറേഷൻസിന് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. സോ ഇവിടെ നമുക്കൊരു ക്യാബിൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് അവരുടെ ബാക്കി ഫെസിലിറ്റീസും അതുപോലെ തന്നെ അവരുടെ ബുക്സ് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ക്ലാസ്സസ് എങ്ങനെ റൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേയിലാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, സ്റ്റുഡൻസിന് ക്ലാസ്സസ് അവൈലബിൾ ആവുന്നുണ്ടാവുക. ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈവനിങ് ഹവേഴ്സിൽ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഈവനിങ് ഹവേഴ്സിലും സൺഡേ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ടാവും, അവർക്ക് നമ്മുടെ സാറ്റലൈറ്റ് ക്ലാസ്സസ് അവൈലബിൾ ആവുന്നുണ്ടാവുന്നുള്ള നമ്മളൊരു 2 വീക്സ് എന്ന നിലയിലാവും ഒരു സബ്ജക്റ്റ് തീർക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു 8 to 9 months കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, കംപ്ലീറ്റ് 90 സബ്ജക്ട്സിന് സിലബസ് തീർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, റിവിഷൻസിലോട്ട് പോകുന്നുണ്ടാവും. സോ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നുണ്ടാവുക. ക്ലാസ്സസ് ഇല്ലാത്ത ദിവസങ്ങളിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് ഇതൊരു റീഡിംഗ് റൂം ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യം. ഇത്രയും ഫെസിലിറ്റീസുള്ള ഒരു ക്യാബിൻ അവർക്ക് കംപ്ലീറ്റ്ലി നമ്മൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. 24/7 ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് ഈ ക്യാബിനിൽ ഇരുന്നിട്ട് തന്നെ അവർ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇവിടെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബാക്ക്ലോഗ്സ് ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓൾസോ ഓരോ സബ്ജക്ട്സിൻ്റെ ടോപ്പിക്സ് വൈസും അതുപോലെ തന്നെ ചാപ്റ്റർ വൈസും എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ആപ്പ് വഴി എക്സാംസ് കൊടുക്കുന്നുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഗുരുകുലിൻ്റെ എല്ലാ ഫീച്ചേഴ്സും സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ സാറ്റലൈറ്റ് ബാച്ച് പഠിക്കുന്നതോട് കിട്ടുന്നുണ്ടാവും. ഇവിടെ ആകെ വരുന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേയിൽ അവർ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈവായിട്ട് ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു എക്കോ സിസ്റ്റത്തിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ബാക്ക്ലോഗ്സ് ഇല്ലാണ്ട് അവരെ ചാപ്റ്റേഴ്സ് തീർക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് സാറ്റലൈറ്റ് ബാച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം. ഓൾസോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ്, അത് നീറ്റ് മെൻറ്റേഴ്സ് ആയിട്ടുള്ള MDS ആസ്പിറൻസിൻ്റെ മെൻറ്റർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ടാവും, സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ടാവും എന്നുള്ളത്. മന്ത്ലിയും അതുപോലെ തന്നെ വീക്കിലി അക്കാഡമിക് മീറ്റിംഗ്സ് ഒക്കെ ആയിട്ട് സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, വളരെ ആക്റ്റീവിൽ ഒരു പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാൻ ഇവിടെ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഓൾസോ നമ്മളൊരു ഫുൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറി ഫെസിലിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള എല്ലാ ബുക്സും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ അറേഞ്ച് ആക്കിയിട്ടുണ്ട് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ പ്രിപ്പറേഷൻസ് ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ക്ലാസ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻട്രാക്ഷൻസോ അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയയും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ അറേഞ്ച് ആക്കിയിട്ടുണ്ട്. സോ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്ലാസ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇൻട്രാക്ഷൻസ് ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കേണ്ട രീതിയിലുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് നമ്മുടെ മെസ് ഹോളും എന്ത് ചെയ്യാനുണ്ട്, ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ക്ലാസ്സും അവരുടെ മെസ്സും ബാക്കി ഫെസിലിറ്റീസ് എല്ലാം ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഏരിയയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സ്റ്റുഡൻസിന് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ആയിട്ട് ബാട്ടിയുടെ ഹോസ്റ്റലാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു എക്കോസിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് 200 meters വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് ബാട്ടിയുടെ ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് സ്റ്റുഡൻസിൻ്റെ റൂംസും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി ഹോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. നമ്മുടെ ഹോസ്റ്റൽ 200 meters വാക്കിംഗ് ഡിസ്റ്റൻസിന് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിവിടെ 2 BHK അതുപോലെ തന്നെ 3 BHK 1 BHK ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. നമ്മളിവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസിന് ഒരു ബയോമെട്രിക്സ്
വെച്ചിട്ട് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ ഒരു ബയോമെട്രിക് പഞ്ചിങ് ആണ് ഉള്ളത്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്റ്റുഡൻസിന് ഡോർ തുറന്ന് കയറാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ സിംഗിൾ റൂംസും അതുപോലെ തന്നെ 2 ഷെയറിംഗ് റൂംസും ട്രിപ്പിൾ ഷെയറിംഗ് റൂംസും അവൈലബിൾ ആണ്. ഓരോ റൂമിലും സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ബെഡുകളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി ടേബിൾസും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി ഹോൾസും അതുപോലെ തന്നെ അവരുടെ മെസ് ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓൾസോ ഒരു വിശാലമായിട്ടുള്ള കാമായിട്ട് അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവരുടെ സ്റ്റേ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നീറ്റ് MTS പോലത്തെ ഒരു ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഒരു എക്കോസിസ്റ്റം അണ്ടറിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ബാറ്റി കാലിക്കറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു.